Welcome back, dear friends. So, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സ്പെഷ്യൽ ഫണ്ട് വരുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ അത് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹിയർ ഈസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ the second question ingeneyanu varunathu, show the following informations in the financial statement of a non-profit organization, not for profit organization, right? So ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിക്കോ. സോ ടൂർണമെൻറ്റ് ഫണ്ട്, നമ്മളൊരു ടൂർണമെൻ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ആ ടൂർണമെൻറ്റിൽ വരുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ടൂർണമെൻറ്റ് ഫണ്ട് എന്നിട്ടൊരു സ്പെഷ്യൽ ഫണ്ട് ഉണ്ട്, അമൗണ്ട്സ് ടു 40,000 ഓക്കെ. സോ 40,000 രൂപ. പിന്നെ വരുന്നത് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് അത് എത്ര ഉള്ളത്? 14,000, 14,000. ദെൻ റെസീപ്റ്റ് ഫ്രം ദി ടൂർണമെൻറ്റ്, അത് 16,000. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത അതേ ടൈപ്പ് സാധനമാണ്, സെയിം മാനർ. ഓക്കെ. സോ നമുക്ക് നോക്കാം, റൈറ്റ്? സോ യുവർ സെക്കൻഡ് കേസ്, ദാറ്റ് ഈസ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മാനറാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടൂർണമെൻറ്റ് ഫണ്ട് 40,000, ടൂർണമെൻറ്റ് എക്സ്പെൻസ് ഓക്കെ 14,000 ദെൻ ടൂർണമെൻറ്റ് റിസീറ്റ്സ് 16,000. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ഫണ്ടാണ്, ടൂർണമെൻറ്റ് ഫണ്ടാണ്, എവിടെ വരുള്ളൂ? ബാലൻസ് ഷീറ്റിൽ, ലാബിലിറ്റി സൈഡിൽ. ഓക്കെ. സോ വേഗം എന്ത് വരച്ചോളുക? ബാലൻസ് ഷീറ്റ് വരച്ചോളുക. അതിൽ ലയബിലിറ്റീസ്, amount, assets, amount, right? So balance sheet as on okay, as on 31st March something like, okay, 2019 or 2018, whatever it may be. Okay. So നമ്മൾ ആദ്യം എടുക്കേണ്ടത് ടൂർണമെൻറ്റ് ഫണ്ടാണ്. എത്രയാണ് ടൂർണമെൻറ്റ് ഫണ്ട് വരുന്നത്? ടൂർണമെൻറ്റ് ഫണ്ട് 40,000 ടൂർണമെൻറ്റ് ഫണ്ട് വരുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഇൻകം ആയിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ഫണ്ടിൽ whatever may be the income arises, there is no provision to credit to income and expenditure account. It should be added to the special fund itself. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ റെസീറ്റ് ആയിട്ട് എത്ര വരുന്നുണ്ട്? ഒരു 16,000 രൂപ വരുന്നുണ്ട്. റെസീറ്റ്സ്, ടൂർണമെൻറ്റ് റെസീപ്റ്റ് എത്രയാണ്? 16,000, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി, വേറൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനില്ല, കാരണം ഒരു ഐറ്റം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 56,000. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് ടൂർണമെൻറ്റ് റിലേറ്റഡ് എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ. സോ വാട്ട് കുഡ് ബി ദാറ്റ്? ഓക്കെ. സോ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ദാറ്റ് ഈസ് 14,000. ഓക്കെ. നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എത്ര എടുത്ത് എഴുതാം? ദാറ്റ് വിൽ ബി 42,000 itself. 42,000. Got it? So this will be the treatment. ഓക്കെ. അപ്പോൾ സ്പെഷ്യൽ ഫണ്ട് നമുക്ക് ഏത് സ്പെഷ്യൽ ഫണ്ട് തന്നു കഴിഞ്ഞാലും ഇതേ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ റിഗാർഡ്സ് ടു സ്പെഷ്യൽ ഫണ്ട്. സോ നൗ ലെറ്റ് us understand. Okay, at the case of salary adjustment, salary of course it's an expenses to the every companies, whether it is profit or non-profit organization, it will be treated as an expense. Okay, should be debited to income and expenditure account, right? അപ്പോൾ നമുക്ക് സാലറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം നമുക്കിനി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. So your case is, so read the question very carefully. From the following particulars, arrive at the amount of salary to be debited to income and expenditure account for the year ended 31st March 2019. അതായത് താഴെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്, കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് എമൗണ്ട് ആണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. സോ വാട്ട് ആർ ഓൾ ദി ഐറ്റംസ്? സോ ഫസ്റ്റ് ഐറ്റം നോക്കുക, സാലറി പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, ദാറ്റ് ഈസ് 18,000, 18,000. ഓക്കെ. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമ്മൾ പേ ചെയ്ത സാലറിയാണ് എന്ത്? 18,000. ഓക്കെ. ദെൻ സാലറി അൺപെയ്ഡ്, സെക്കൻഡ് ഐറ്റം, സാലറി അൺപെയ്ഡ് ഓൺ 31st March 2019. അതായത് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്ത് സാലറി അൺപെയ്ഡ് ആണ്, വിച്ച് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അല്ലെ, നമുക്ക് കിട്ടാനുണ്ട്, അല്ലേ. സോ ആ എമൗണ്ട് 5,500.
Then third item is salary unpaid on 1st April 2018. The very beginning of the financial year. Okay, 2018 April 1 തീയതി salary unpaid ആണ്, outstanding ആണ്. എത്ര amount? 7,400. Right? Then next item, fourth item, salary prepaid on 1st April 2018. The very beginning of the financial year നമുക്ക് prepaid ആയിട്ട് കിട്ടി. എത്ര amount കിട്ടി? 4,300. 4,300. Okay. Then last item, salary prepaid on 31st March 2019. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് പ്രീപെയ്ഡ് ആയിട്ട് എന്ത് തന്നു? എന്ത് കൊടുത്തു? സാലറി പേ ചെയ്തു. അപ്പോൾ അത് എത്ര എമൗണ്ട്? 5,700. ഓക്കെ. സോ ഇങ്ങനൊരു കേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഓക്കെ, സോ ലെറ്റ്സ് വർക്ക് ഔട്ട്. റൈറ്റ്? ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ സാലറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള അല്ല എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു സാലറി എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, സോ നമ്മുടെ കേസ് ഞാൻ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് പറയുകയാണ്. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് കിട്ടി. ഓക്കെ, ഹോപ്പ് യു നോട്ട് ഡൗൺ ദോസ് ക്വസ്റ്റ്യൻ ആൻഡ് ലിസൺ ഹിയർ. സോ സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 18,000. Salary unpaid on 31st March 2019, 5,500. Then salary unpaid on 1st April 2018, 7,400. Then prepaid, salary prepaid on 1st 4th 2018 will be 4,300. Then prepaid on 31st March 2019, 5,700. So these are the cases. So ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ ഡെബിറ്റ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ഏത് മാനറിൽ നമുക്ക് എന്ത് കണ്ടെത്താം? ആ സാലറി എമൗണ്ട് കണ്ടെത്താം. അപ്പോൾ നോക്കുക, ഞാൻ ആദ്യം തന്നെ ദാറ്റ് ഈസ് ഒരു ജസ്റ്റ് ഒരു ഫോർമാറ്റ് വരക്കാണ്. ഓക്കെ, പർട്ടിക്കുലേഴ്സ് amount. Okay, so particulars amount. Okay, so ഇതിൽ salary paid വേണ്ട, സാലറി എത്രയാണോ അത് എഴുതുക. എത്ര എമൗണ്ട്? 18,000. ഓക്കെ, സി നമുക്കിത് ഓക്കെ ഈ ഒരു കോളത്തിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, സോ 18,000 ആണ് സാലറി വരുന്നത്. ഓഫ് കോഴ്സ്. ദെൻ സാലറി അൺപെയ്ഡ് ഓൺ 31st March 2019, 5,500. എന്താ സംഭവം? നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് പഠിപ്പിച്ച സമയത്ത് ഒരു ചാർട്ടൊക്കെ വരച്ചിട്ട് ഇതാ ഇങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ വന്ന് ഇവിടുന്ന് താഴോട്ടേക്ക് വന്ന് ഒരു ചാർട്ട് വരച്ചിട്ട് ഞാൻ ആ ഒരു ഇയറിൻ്റെ കമ്പാരിസൺ, ഇത് എപ്പോഴാണ് വരുന്നത്, എൻഡിലാണോ ബിഗിനിങ്ങിലാണോ, ബിഗിനിങ്ങിൽ വന്ന് എന്ത് ചെയ്യും, എൻഡിൽ വന്ന് എന്ത് ചെയ്യും, ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് സ്റ്റിൽ അൺപെയ്ഡ്. It is unpaid means outstanding. Okay, so yet to pay നമ്മൾ കൊടുക്കാനുണ്ട്. എത്ര? 5,500. ഏത് ഡേറ്റിന്? ഓൺ ക്ലോസിംഗ് ഡേറ്റ് 31st March 2019. അപ്പോൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം? should be added. That is unpaid salary unpaid. ഓരോ ഐറ്റം എടുക്കുന്ന കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണേ. സോ സാലറി അൺപെയ്ഡ് 31st March 2019. എത്ര എമൗണ്ട്? 5,500. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള വേറെ എന്താ ഉള്ളത്? അൺപെയ്ഡ്, ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഫസ്റ്റ്. ഇറ്റ് ഡസൻ മാറ്റർ, അത് നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? തട്ടിക്കളയേണ്ടതാണ്, എടുത്തു കളയേണ്ടത്, മീൻസ് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ദെൻ പ്രീപെയ്ഡ് ഓൺ 1st 4th 18. തീർച്ചയായിട്ടും അല്ലേ, നമ്മളെ വെരി ബിഗിനിങ്ങിൽ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ കൊടുക്കേണ്ട സാലറിയാണ്, പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ സാലറിയിലാണ് നമ്മൾ അത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ വീണ്ടും പ്ലസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പ്രീപെയ്ഡ് ഓൺ സാലറി prepaid on 1st April 2018. So amount is 4,300. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? സോ ഇതിൻ്റെ കൂടെ 18, 5,
23,500, then 4,300. Okay, it will be 27,000. Right, there's a mistake, that is 18,000 നമ്മൾ ഈ ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഔട്ടറിലേക്ക് മീൻസ് ഇത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗർ നമുക്ക് എടുക്കാം. റൈറ്റ്, സോ ഇറ്റ് വിൽ ബി ദിസ്. ഈ മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 27,800. 27,800. ഇതിൽ നമുക്ക് എന്തൊക്കെയാണോ ലെസ് ചെയ്യാനുള്ളത്, ഞാനിവിടെ ഫോളോ ചെയ്ത മെത്തേഡ് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ എടുത്തു? സോ സാലറി എടുത്തു, അൺപെയ്ഡ് ഓൺ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, ദെൻ പ്രീപെയ്ഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അത്രയും കാര്യങ്ങൾ എടുത്തു. ഇനി രണ്ടായിട്ട് അതിൽ ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് അൺപെയ്ഡ് ഓൺ 1st 4th 2018. ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴത്തെ സാലറി ആയിരിക്കും? മുമ്പത്തെ വർഷത്തെ സാലറി ആയിരിക്കും. ഇവിടെ നമ്മൾ എടുക്കണോ? വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം അത് ലെസ് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് അൺപെയ്ഡ്. സോ സാലറി അൺപെയ്ഡ്, ഒന്ന് 4/18. സോ വാട്ട് വിൽ ബി ദി എമൗണ്ട്? 7,400. ഓക്കെ, ദെൻ പിന്നെ എന്താണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്? പ്രീപെയ്ഡ് 31st March 2019 അറ്റ് ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അവസാനം പറയാണ് സം എമൗണ്ട് ഓഫ് സാലറി ഈസ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എന്ന് വെച്ചാൽ മുൻകൂട്ടി കൊടുക്കുകയാണ്. ഏത് വർഷത്തെ സാലറി ആയിരിക്കും മുൻകൂട്ടി കൊടുക്കുന്നത്? അടുത്ത വർഷത്തെ, ദ നെക്സ്റ്റ് ഇയർ സാലറിയാണ് ഇവിടെ മുൻകൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് റൂൾ പ്രകാരം നമുക്ക് ഈ വർഷത്തെ ഇൻകമായിട്ട് അല്ലെ, മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഈ വർഷത്തെ ഇൻകമായിട്ട് കാണിക്കാൻ പറ്റില്ല, അല്ലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു ഡിഡക്റ്റ്. That is prepaid on 31st, salary prepaid 31st March 2019, amount rupees 5,700. ഈ 5,700ഉം 7,400ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13,100 കിട്ടും. 13,100. അപ്പോൾ ഈ 13,100 നമ്മൾ ഏതിൽ നിന്ന് ലെസ് ചെയ്യണം? 27,800 ലെസ് ചെയ്യണം. ദ എമൗണ്ട് വിൽ ബി 14,700. 14,700. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഈ എമൗണ്ട് എന്താണ് സാധനം? ദി എമൗണ്ട് ഓഫ് സാലറി ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് സാലറി ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ ടു ബി debit to income and expenditure account. Okay, so to be debited to income and expenditure account, amount will be 14,700. അപ്പോൾ ഒരു തവണ കൂടെ ജസ്റ്റ് നോക്കിക്കോളാം. സോ നമ്മുടെ സാലറി എമൗണ്ട് ആദ്യം 18,000 എടുത്തു. റൈറ്റ്, സോ ഇതിൻ്റെ കൂടെ വാട്ട് ആർ ഓൾ ദി തിങ്സ് ദാറ്റ് വി നീഡ് ടു ആഡ്? എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് സാലറി അൺപെയ്ഡ് ഓൺ 31st March 2019. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോകുന്ന സമയത്ത് പറയാണ് സാലറീസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്, കിട്ടാനുണ്ട് അല്ലെ കൊടുക്കാനുണ്ട്. എത്ര എമൗണ്ട്? 5,500. ദെൻ സാലറീസ് പ്രീപെയ്ഡ്. ഓക്കെ, ആദ്യം ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്ങിൽ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് വർഷത്തെ ആയിരിക്കും പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തത്? കറണ്ട് ഇയറിലെ സാലറി. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്യണം. 4,300. So it will be 27,800. റൈറ്റ്, സോ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഇങ്ങോട്ട് നോക്കുക. സോ സാലറി അൺപെയ്ഡ് ഓൺ 1st April 2018, ദ വെരി ബിഗിനിങ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ നമ്മളോട് പറയുകയാണ് ദർ ഈസ് സർട്ടൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കണം അല്ലേ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ വെരി ബിഗിനിങ്ങിലാണ് ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നത്. ഏത് വർഷത്തെ സാലറി ആയിരിക്കും? കഴിഞ്ഞു പോയ വർഷത്തെ സാലറി ആയിരിക്കും. നമ്മുടെ കറണ്ട് ഇയറിലെ സാലറി ആണോ? നോ. അപ്പോൾ നമുക്കത് ഒഴിവാക്കി കളയണം. ദാറ്റ് ഈസ് 7,400. Then salary prepaid on 31st. Okay, so 31st April അല്ല, so 31st March. Okay, so 31st Marchൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? there is a prepaid salary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള സാലറി നമ്മൾ ഈ വർഷം കൊടുക്കുന്നു. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ഈ വർഷത്തെ എക്സ്പെൻസുകളും ഈ വർഷത്തെ ഇൻകംസും മാത്രമേ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ദാറ്റ്സ് വൈ വി ഹാവ് ടു ഡിഡക്ട് ദിസ്
5,700 amount from the given salary. So idum kuda nammal korachu kayinal the amount will be, the final amount will be 14,700. 14,700. This amount should be debited to income and expenditure account under the head salaries, right? So dear friends, so നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ ആ ഒരു ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ one more problem regards to subscription. Okay, so here is your question. Okay, so look at the question carefully. So read the question carefully, right? So during 2019, subscription received in cash is rupees 50,000. എത്ര കിട്ടിയിട്ടുണ്ട്? 50,000 രൂപ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ക്യാഷിൽ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. വിച്ച് ഇൻക്ലൂഡ്സ്, അത് എന്തൊക്കെ ഉൾപ്പെടുന്നു? rupees 1,800 for 2018. 1,800 രൂപ 2018 വരേണ്ട സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഒന്ന്. പിന്നെയോ ആൻഡ് rupees 800 for 2020 which belongs to next financial year, അല്ലേ? വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എമൗണ്ട് ആണെന്ത്? ആ ഒരു 800 രൂപ. ഈ രണ്ട് എമൗണ്ട് എന്തിൽ വന്നിട്ടുണ്ട്? നമ്മുടെ ടോട്ടൽ 50,000 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. സോ ആൻഡ് rupees 5,000 has still to be received, in 2019. 2019 ഈ ഒരു വർഷത്തിൽ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ? 5,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്നുള്ള അണ്ടറിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. വാട്ട് ആർ ഓൾ ദി ഐറ്റംസ്, വാട്ട് ആർ ഓൾ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, റൈറ്റ്? ഓക്കെ, സോ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇത്രയാണ്. സോ ആ ഒരു വർഷം സബ്സ്ക്രിപ്ഷൻ ക്യാഷായിട്ട് കിട്ടിയത് 50,000, 50,000 പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു പെർട്ടിക്കുലർ 2019 ഇയറിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്, അല്ലേ, മീൻസ് yet to received, അല്ലേ, still to receive എത്ര എമൗണ്ട്? 5,000. that is outstanding. എത്ര എമൗണ്ട്? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് is 5,000. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 50,000 ക്യാഷിൽ തന്നിരിക്കുന്ന ആ ഒരു ഫിഗറിൽ 2018 1,800 രൂപയും 2020 800 രൂപയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബിലോങ്സ് ടു, ഞാൻ ഇയർ മാത്രമേ എഴുതുന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ട്, റൈറ്റ്? സോ 2018 1,800, 2020 800. അപ്പോൾ ഇത്ര ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് സബ്സ്ക്രിപ്ഷൻ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെൽ ഡിഫൈൻഡ് ഫോർമാറ്റ് ഒന്നുമില്ല. നമ്മളിത് കണ്ടുപിടിച്ചാൽ മതി, വാട്ട് എവർ മേ ബി ദ മെത്തേഡ്. ഓക്കെ, സി ഞാനിവിടെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, സോ ജസ്റ്റ് ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടാക്കുകയാണ്. ഇതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര എമൗണ്ട്? ദാറ്റ് ഈസ് 50,000, റൈറ്റ്? ഇനി എന്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്? സി ഇവിടെ നോക്കണേ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2019 അങ്ങനെ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. സ്റ്റിൽ ടു റിസീവ്, അല്ലേ, യെറ്റ് ടു റിസീവ് നമുക്ക് കിട്ടാനുണ്ട് എത്ര? 5,000. അപ്പോൾ ഈ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടണം, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എത്ര എമൗണ്ട്? 5,000 ആണ്, അല്ലേ? 5,000. സോ ഇറ്റ് വിൽ ബി 55,000. ഇനി ക്വസ്റ്റ്യൻ്റെ ബിഗിനിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ക്യാഷായിട്ട് കിട്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 50,000-ൽ 1,800 രൂപ 2018 800 രൂപ 2020 എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും ജസ്റ്റ് ഒന്ന്
ടോട്ടൽ ചെയ്തിട്ടാൽ 2600. ഓക്കെ, ഈ 2600 എന്തിലുണ്ട്? ഈ 50,000-ലുണ്ട്. ഉൾപ്പെടാൻ പാടുണ്ടോ? ഒന്ന് പ്രീവിയസ് ഇയറിലേക്കുള്ളതാണ്, മറ്റൊന്ന് ഫ്യൂച്ചറിലേക്കുള്ളതാണ്, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. വി ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ദി സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സോ ഞാനിവിടെ വേറെ തന്നെ എഴുതുകയാണ്. 2018-ലേക്കുള്ളത് 1800, അതേപോലെ 2020-ലേക്കുള്ളത് ഒരു 800. സോ ടോട്ടൽ വിൽ ബി 2600. ഓക്കെ, സോ 55,000 നിന്ന് 55,000-ൽ നിന്ന് 2,600 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ we will get the amount that should be credited to income and expenditure account in respect of subscription. That is 52,400. So ഇവിടെ എഴുതിയേക്കുക amount to be credited to income and expenditure account. ഓക്കെ, സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 52,400. 52,400. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ഒരെണ്ണം കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. സോ എന്തൊക്കെയായിരുന്നു ഇൻഫർമേഷൻ? സബ്സ്ക്രിപ്ഷൻ 50,000, ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ ദാറ്റ് ഈസ് 5,000. ദെൻ ദ എമൗണ്ട് മീൻസ് എമൗണ്ട് ഓഫ് 50,000 ഇൻക്ലൂഡ്സ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ ഓഫ് 2018 and 2020. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് സബ്സ്ക്രിപ്ഷൻ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് കേസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ, റൈറ്റ്? സോ നമ്മൾ സ്റ്റേഷനറിയുടെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേഷനറി, അതായത് വെറും സ്റ്റേഷനറി ഐറ്റംസ് എന്ന് മാത്രം തന്നിട്ട് നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തരികയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രീറ്റ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണിക്കാം. സപ്പോസ് അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നൊരു കേസ് വന്നാൽ, അത്തരത്തിലൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ ബി കാൽക്കുലേറ്റ്, ഹൗ ക്യാൻ ബി ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ ഈ ഒരു പ്രോബ്ലമാണ് നമ്മളിനി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ. സോ ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഷോസ് a payment for stationery rupees 40,000. ഓക്കെ, 40,000 രൂപ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണാനുണ്ട്. ഓക്കെ, ആൻഡ് ദർ ഈസ് ആൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റേഷനറി അമൗണ്ടിങ് ടു rupees 12,000 and 15,000 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ട്. So there is an opening stock of stationery rupees 12,000 and closing balance of stationery rupees 15,000. Okay, so the question is, what will be the amount of expense of stationery will be debited to income and expenditure account? Okay, so നമുക്ക് income and expenditure account ലെ stationery എന്ന് പറയുന്ന ഹെഡിൽ എങ്ങനെയാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാണ് എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതെന്ന്. ഓക്കെ, സോ സ്റ്റേഷനറി എത്രയായിരുന്നു? സ്റ്റേഷനറി വാസ് 40,000. ഓക്കെ, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് എത്രയായിരുന്നു? ഇറ്റ് വാസ് 12,000, റൈറ്റ്? 12,000. Okay, then closing stock was, so what about the closing stock? 15,000, right? Okay, see, ഇത്ര ഇൻഫർമേഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റേഷനറി മാത്രമാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിലുള്ളതെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രീറ്റ്. എന്ത് ചെയ്താൽ മതി? നേരിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറീസ് എന്ന് മറ്റും നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഭാഗ്യക്കേടിന് ഇവിടെ എന്തൊക്കെ ഉണ്ട്? ദാറ്റ് ഈസ് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ഓക്കെ, റൈറ്റ്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഓപ്പണിംഗ്, സോ ഓപ്പണിംഗ് വാസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 12,000.
Okay, we have to add the purchase of current year stationery with the opening stock. അപ്പോൾ നമ്മുടെ സ്റ്റേഷനറി അത്രയും കൂടും, സ്റ്റോക്ക് അത്രയും കൂടും. ഓക്കെ, സോ സ്റ്റേഷനറി ഓഫ് ദി കറണ്ട് ഇയർ, so that was 14,000. Okay, it will be 52,000. 14,000 plus 12,000, 52,000. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യണം. കാരണം ഇത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല ഈ 40,000, റൈറ്റ്? സോ ക്ലോസിംഗ് സ്റ്റോക്ക്. So less closing stock rupees 15,000. അപ്പോൾ ഈ 52,000 നിന്ന് 15,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 37,000 കിട്ടും. 37,000. Okay, so this will be the amount that should be debited to income and expenditure account regards to stationaries. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റേഷനറി എമൗണ്ട് തരികയാണ് അലോങ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേഷനറി മാത്രമാണെങ്കിൽ nothing to worry, we can directly transfer it to income and expenditure account under expenditure side as stationaries. അപ്പോൾ അതിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഓപ്പണിങ് കാണിച്ച് അതിൻ്റെ കൂടെ സ്റ്റേഷനറി ഓഫ് ദി കറണ്ട് ഇയർ നമ്മൾ ആഡ് ചെയ്തു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദി സ്റ്റേഷനറി ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ ആണെന്ത്? ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റൈറ്റ്? സോ നമ്മൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിലേക്ക് വരാവുന്ന ഏകദേശം എല്ലാ ഐറ്റംസിൻ്റെ തിയറിറ്റിക്കൽ ബേസ് നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം അത് എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഫിഗറിലേക്ക് നമുക്ക് എത്താം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ഓക്കെ, ഡൊണേഷൻ ഓക്കെ, അതേപോലെ സ്പെഷ്യൽ ഫണ്ട് സച്ച് എസ് സ്പോർട്സ് ഫണ്ട് ഓർ മാച്ച് ഫണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റിൽ സ്റ്റേഷനറീസ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇനി ദ നെക്സ്റ്റ് വിൽ ബി ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോബ്ലമാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ വരും അതിൽ. ഓക്കെ, നമുക്ക് എന്താ തരിക? ആകെ നമുക്ക് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരും, certain extra informations, additional informations. So from that receipt and payment account and the additional information provided there, we have to develop the income and expenditure account and a balance sheet. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ഓഫ് ദി ക്യാപിറ്റൽ നമുക്ക് ചിലപ്പോൾ തന്നു വരില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ട് അതിൽ നിന്ന് ക്ലോസിങ് എടുത്തിട്ട് വേണം അടുത്ത ബാലൻസ് ഷീറ്റ് ചെയ്യാൻ. മീൻസ് അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി clear. Okay, so thank you very much.